പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ വിവിധ ജില്ലകളിലായി സർക്കാർ ഓഫീസുകളിൽ ഇന്റർവ്യൂ മുഖേന ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. കേരള സർക്കാർ ഓഫീസുകളിൽ നിലവിലുള്ള ഏറ്റവും പുതിയ താൽക്കാലിക ജോലി ഒഴിവുകളുടെ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. 10ാം ക്ലാസ് മുതൽ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. 18 മുതൽ 50 വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്ക് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരവുമുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വീഡിയോ മുഴുവനായിട്ട് കാണുക. കൂടാതെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓരോ തസ്തികയുടെയും വിശദ വിവരങ്ങൾ കാണാം. ആദ്യത്തേത് അക്കൗണ്ടന്റ് ആണ്. ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ, അതായത് കുടുംബശ്രീ അരീക്കോട് ബ്ലോക്ക്. കുടുംബശ്രീ മുഖേന അരീക്കോട് ബ്ലോക്കിൽ നടപ്പിലാക്കുന്ന പദ്ധതിയിലേക്ക് അക്കൗണ്ടന്റ് തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തുകളിലെ കുടുംബശ്രീ അംഗങ്ങൾക്കും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്കും അപേക്ഷിക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം, അക്കൗണ്ടിംഗ് അറിവ് ആവശ്യമാണ്. മലയാളം DTP പരിജ്ഞാനവും അക്കൗണ്ടിംഗ് മേഖലയിലെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന നൽകുന്നതായിരിക്കും. ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധിയായിട്ട് പറഞ്ഞിട്ടുള്ളത് 20 മുതൽ 35 വയസ്സ് വരെയാണ്. അപേക്ഷകൾ ആവശ്യമായ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട CDS ഓഫീസിൽ നേരിട്ട് സമർപ്പിക്കണം. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഫെബ്രുവരി 18 വൈകിട്ട് 5 മണിക്കാണ്. അടുത്ത തസ്തികയായിട്ട് പറഞ്ഞിട്ടുള്ളത് സ്റ്റാഫ് നഴ്സാണ്. എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിലേക്ക് സ്റ്റാഫ് നഴ്സ് നിയമനം ഇന്റർവ്യൂ മുഖേന നടത്തുന്നു. BSc നഴ്സിംഗ് അല്ലെങ്കിൽ GNM പാസ്സായിരിക്കണം. ഇന്റർവ്യൂ ഫെബ്രുവരി 15 ഉച്ചയ്ക്ക് 2 മണിക്ക്. യോഗ്യരായവർ നേരിട്ട് ഹാജരാകണം. അടുത്തത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ്. ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസ് മാനന്തവാടിയിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഒഴിവ്. ഇംഗ്ലീഷിലും മലയാളത്തിലും ടൈപ്പിംഗ് പരിജ്ഞാനം ഉണ്ടായിരിക്കണം. ഡാറ്റ എൻട്രി പരിചയം ഉണ്ടായിരിക്കണം. ഇന്റർനെറ്റ് ഉപയോഗം പരിജ്ഞാനം ആവശ്യമാണ്. ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധിയായിട്ട് പറഞ്ഞിട്ടുള്ളത് 18 മുതൽ 45 വയസ്സ് വരെയാണ്. ഫെബ്രുവരി 17 രാവിലെ 10 മണിക്ക് നടക്കുന്ന ഇന്റർവ്യൂവിൽ സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പുമായി പങ്കെടുക്കേണ്ടതാണ്. അടുത്തത് അക്കൗണ്ടന്റ് ആണ്. ലൈഫ് മിഷൻ കേരളയിൽ കരാറടിസ്ഥാനത്തിൽ അക്കൗണ്ടന്റ് നിയമനമാണ്. കോമേഴ്സിൽ ബിരുദം ആവശ്യമാണ്. ടാലി സോഫ്റ്റ്വെയർ ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് വേണം. സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ മേഖലയിലായി കുറഞ്ഞത് 5 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. ബയോഡാറ്റയും സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും ഫെബ്രുവരി 25 വൈകിട്ട് 5 മണിക്ക് മുമ്പ് സമർപ്പിക്കേണ്ടതാണ്. അടുത്തത് വിവിധ തസ്തികകളിലായിട്ട് സൈനിക സ്കൂൾ കഴക്കൂട്ടത്താണ്. സൈനിക സ്കൂൾ കഴക്കൂട്ടത്തിൽ മാറ്റൻ, മെസ് മാനേജർ, ആർട്ട് മാസ്റ്റർ, കൗൺസിലർ തുടങ്ങിയ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുവാണ്. മാട്രൺ തസ്തികയിൽ അപേക്ഷിക്കാനുള്ള പ്രായപരിധിയായിട്ട് പറഞ്ഞിട്ടുള്ളത് 21 വയസ്സ് മുതൽ 50 വയസ്സ് വരെയാണ്. കുറഞ്ഞത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അടുത്തത് മെസ് മാനേജർ ആണ്. 18 മുതൽ 50 വയസ്സ് വരെയുള്ള ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 10ാം ക്ലാസ് യോഗ്യതയും കാറ്ററിംഗ് മേഖലയിൽ 5 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. കൂടാതെ ഇതിനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഗൂഗിൾ ഫോം വഴി സമർപ്പിക്കണം. അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഫെബ്രുവരി 18 ആണ്. അടുത്തത് മാനേജ്മെന്റ് ട്രെയിനി പട്ടികജാതി വികസന വകുപ്പിലാണ്. ഷെഡ്യൂൾ കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് കേരള നടപ്പിലാക്കുന്ന കരിയർ എക്സലൻസ് പദ്ധതിയുടെ ഭാഗമായി മാനേജ്മെന്റ് ട്രെയിനി നിയമനം നടത്തുന്നു. ഈ ഒരു തസ്തികയിൽ പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നത് 20,000 ആണ്. 1 വർഷത്തെ കാലാവധിയാണ് ഈ ഒരു തസ്തികയ്ക്ക് ലഭിക്കുന്നത്. പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ നീട്ടുകയും ചെയ്യും. PSC അംഗീകരിച്ച MBA യോഗ്യത വേണം. വനിതകൾക്ക് 50% സംവരണമുണ്ട്. ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധിയായിട്ട് പറയുന്നത് 21 മുതൽ 40 വയസ്സ് വരെയാണ്. അപേക്ഷകൾ ഫെബ്രുവരി 21 മുമ്പായി ഡയറക്ടറേറ്റ് വിലാസത്തിൽ സമർപ്പിക്കണം. ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. വളരെ പ്രധാനപ്പെട്ട ജോബ് അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ജോലി നേടാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളിലേക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ഒരു ജോബ് അപ്ഡേറ്റുമായിട്ട് കാണാം. എല്ലാവർക്കും താങ്ക് യു.